പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ജിഷ വർഗീസ്. പത്തനംതിട്ട ജില്ലയിലെ സീതത്തോട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് വരികയാണ്. മകൾക്ക് കിട്ടിയ രോഗസൗഖ്യമാണ്. എൻ്റെ മകൾ വിദേശത്ത് പഠിക്കുന്നു. അവൾ വളരെ തണുപ്പുള്ള രാജ്യമാണ്. യൂറോപ്പിലെ യുക്രൈൻ എന്ന് പറയുന്ന സ്ഥലത്ത് മെഡിസിൻ പഠിക്കുകയാണ്. -20 ഡിഗ്രി വരെ തണുപ്പുണ്ട് അവിടെ. ചെന്നപ്പോൾ മുതൽ കുഞ്ഞിന് എന്നും പനിയായിരുന്നു. ഇഷ്ടംപോലെ മരുന്ന് കഴിച്ചു. കഴിഞ്ഞ ജൂലൈ മാസത്തിൽ അവധിക്ക് നാട്ടിൽ വന്നപ്പോഴും ഭയങ്കരമായ പനിയുണ്ടായി. ഫിസിഷ്യനെ കാണിച്ചു. ഞങ്ങൾ പറഞ്ഞു ഇപ്പോൾ കൂടെ പനി വരുന്നുണ്ട്. ഡോക്ടർ പല ടെസ്റ്റുകളും നടത്തി. പക്ഷേ പനി ഇങ്ങനെ കൂടെ വരുന്നതിൻ്റെ കാരണം എന്നാന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു 3 വയസ്സപ്പോൾ ഉള്ളപ്പോൾ മോൾക്ക് TB, അതായത് പ്രൈമറി കോംപ്ലക്സിൻ്റെ അസുഖം വന്നിട്ടുണ്ട്, അതിന് മരുന്ന് കഴിച്ചിട്ടുണ്ട് അത് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ അവൾക്ക് മാൻഡോക്സ് ടെസ്റ്റ് ചെയ്തു. മാൻഡോക്സ് ടെസ്റ്റ് മാത്രം പോസിറ്റീവായി വന്നു. കൈ അങ്ങ് തടിച്ച് വീർത്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, മോളെ ഒരു TBയുടെ സ്പെഷ്യലിസ്റ്റിനെ തന്നെ കൊണ്ട് കാണിക്കണമെന്ന് പറഞ്ഞു. പോകാൻ സമയമായി, തിരിച്ചു പോകാനുള്ള ഡേറ്റുമായി. പക്ഷേ ഞങ്ങളത് പോസ്റ്റ്പോൺ ചെയ്തു. TBയുടെ ഡോക്ടറിനെ കൊണ്ട് കാണിച്ചു. ഡോക്ടർ റിപ്പോർട്ടെല്ലാം നോക്കിയിട്ട് ഒരു MRI സ്കാനിങ് കൂടെ ചെയ്യണമെന്ന് പറഞ്ഞു. അതിനുശേഷം ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾക്ക് വളരെയധികം പ്രയാസം ഉണ്ടാക്കുന്നതായിരുന്നു. വേറൊന്നുമല്ല, TBയുടെ മരുന്ന് ഏകദേശം 3 വർഷം കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കണം. നമ്മുടെ കൂടെ ഇല്ല, വിദേശത്ത് പഠിക്കുന്ന കുഞ്ഞാണ്. വളരെയേറെ ബുദ്ധിമുട്ടായിരിക്കും ഇത് കഴിച്ചും പോകാൻ. ഇതിനൊത്തിരി സൈഡ് എഫക്റ്റ് ഉണ്ട്. പിന്നെ TBയുടെ മരുന്ന് കഴിക്കുന്ന കൊച്ചിൻ്റെ കൂടെ താമസിക്കാൻ പോലും കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിരിക്കുമെന്ന് പറഞ്ഞു. വളരെയേറെ വേദനിച്ച് ഞങ്ങൾ തിരിച്ചു വന്നു. MRI സ്കാൻ ചെയ്തു. തിരിച്ചു വരുന്ന വഴി എൻ്റെ അമ്മ എന്നെ വിളിച്ചു, വിവരങ്ങൾ തിരക്കി. എന്നിട്ട് പറഞ്ഞു, നീ കൃപാസനത്തിൽ പോയി സാക്ഷ്യം പറയാമെന്ന് മാതാവിനോട് പറയുക. MRI സ്കാനിങ് റിപ്പോർട്ടിനും കൊണ്ട് ചെല്ലുമ്പോൾ ഡോക്ടർ മോൾക്ക് ഒരു അസുഖമില്ല, കുഴപ്പമില്ല എന്ന് കേൾക്കണം, ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറയാൻ പറഞ്ഞു. ഞാനതുപോലെ പറഞ്ഞു. 5 ദിവസത്തിന് ശേഷം MRI സ്കാനിങ് റിപ്പോർട്ടുമായിട്ട് ഞങ്ങൾ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, കുട്ടിക്ക് ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് നിങ്ങൾക്ക് അവളെ വിദേശത്തേക്ക് വിടാം. ഡോക്ടർ ഒരു പാരസെറ്റമോൾ പോലും അവൾക്ക് കുറിച്ചിട്ടില്ല. അതിലും വലിയ അത്ഭുതം, എന്നും പനി വന്നുകൊണ്ടിരുന്ന കുഞ്ഞ് -20 ഡിഗ്രി വരെ തണുപ്പുള്ള സ്ഥലത്ത് ജീവിച്ചിട്ടും ഇതുവരെയും അവൾക്ക് ഒരു ജലദോഷം പോലും അവിടെ ചെന്നിട്ട് വന്നിട്ടില്ല. മാതാവ് തൻ്റെ നീല അങ്കിക്കകത്ത് അവളെ പൊതിഞ്ഞ് പിടിച്ചിരിക്കുന്ന എനിക്ക് 100% ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഈ ക്ലൈമറ്റ് പോലും അവളെ ബാധിക്കാതെ അവളവിടെ സുരക്ഷിതയായിട്ട് സുഖമായിട്ട് ഇരിക്കും. പിന്നെ അടുത്ത സാക്ഷി എൻ്റെ അനിയത്തിക്കാണ്. എൻ്റെ സഹോദരി വിദേശത്ത് ജോലിക്ക് പോകാനായിട്ട് 1.5 വർഷമായിട്ട് ശ്രമിച്ചിട്ട് ഒത്തിരിയേറെ തടസ്സങ്ങളുണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ഒക്ടോബറിൽ ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ അവളുടെ ജോലി കാര്യത്തിനായി വിദേശത്തിന് പോകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നിയോഗത്തിൽ ചേർത്തു. ഡിസംബർ മാസത്തിൽ അവൾക്ക് പോകാനായിട്ട് മാതാവ് അനുഗ്രഹം നൽകി. അവൾ വിദേശത്ത് പോയി സുഖമായിട്ട് ജോലി ചെയ്യുന്നു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച്. ഇതുകൂടാതെ ഉടമ്പടി തൈലത്തിലൂടെ ഒത്തിരിയേറെ രോഗസൗഖ്യങ്ങൾ അമ്മ ഞങ്ങളുടെ കുടുംബത്തിന് തന്നിട്ടുണ്ട്. എൻ്റെ എല്ലാ അമ്മയ്ക്കും തിരുക്കുമാനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ